അതുപോലെ ഷറഫുദ്ദീൻ പിന്നെ പറയേണ്ടതില്ല. ഷറഫുദ്ദീൻ്റെ ആ ഒരു കോമഡി ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷറഫുദ്ദീനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. പക്ഷേ അദ്ദേഹം ഈ കോമഡിയൊക്കെ ചെയ്യുന്നതിനിടയിലും അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സൈഡിലുള്ള മാനറിസംസ് ആയിരുന്നാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഫേസിൽ ഇങ്ങനെ മിന്നി പറയുന്നുണ്ട്. അതൊരു ഭയങ്കര കഴിവാണ്, ഒരു നല്ല ടാലൻ്റാണ്. മേ ബി ആ ഒരു ടാലൻ്റാണ് ഷറഫുദ്ദീനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഒരു ചെറിയൊരു കോമഡി പീസായിട്ട് വന്ന ഒരു ആക്ടർ പ്രേമത്തിൽ കണ്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം നമ്മുടെ മനസ്സിലൊന്ന് രജിസ്റ്റർ ആയതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ലക്ക് കൊണ്ട് തന്നെയാണ് അൽഫോൺസ് പുത്രനിലൂടെ സിനിമയിൽ വരാനും സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സിനിമയെന്നല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാനൊരു പ്രിഫറൻസ് വെച്ച് പോയി കാണാറുണ്ട്. കാരണം എവിടെയൊക്കെയോ സിനിമ വർക്കാവും. ഒരിക്കലും സിനിമ അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ പൊട്ടിപ്പോകത്തില്ല. അതൊരു അഷ്വറൻസ് ആണ്. ഷറഫിൻ്റെ മൂവീസിൻ്റെ ഒരു ഗ്യാരണ്ടി ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഓവറോൾ പറയാനുള്ളത്, ഒരു നല്ല ഫാമിലി എൻ്റർടൈനറാണ്. വലിയ സംഭവമൊന്നും പറയുന്നില്ല, നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. നല്ല കോമഡി ത്രൂ ഔട്ട്, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കോമഡി ഉണ്ട്. പിന്നെ റൈറ്റിംഗ് നല്ലതായിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു മൂല്യം കൊണ്ടാണ് സിനിമ നന്നായിട്ട് വർക്കായിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഡയറക്ഷൻ്റെ ഒരു ക്വാളിറ്റി, അതുപോലെ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ളൊരു നല്ല സിനിമാറ്റോഗ്രഫി, പിന്നെ എല്ലാ ആക്ടേഴ്സിൻ്റെ ഒന്നിനൊന്ന് മികച്ച ഒരു പ്രകടനം. അതായത് ഒരു കുടുംബ ചിത്രമാണ്, അതായത് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും ആയിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിലേറ്റബിൾ ആണ്. ഭയങ്കര രസമായിട്ട് തന്നെ അത് എടുത്തു വെച്ചിട്ടുമുണ്ട്. സോ എനിക്ക് മൂവി ഒത്തിരി വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 8 റേറ്റ് ചെയ്യാണ്.